ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയും ശ്രീകാന്തും കൂടി ശ്രുതിയോട് ചില കാര്യങ്ങളൊക്കെ പറയാണ്. ആന്റണിയുടെ കയ്യിൽ നിന്നും പലിശക്ക് പണമൊക്കെ ശ്രുതി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല. വെറുതെ കള്ളത്തരം പറയല്ലേ എന്ന് പറഞ്ഞ് അവൾ തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, അതിനിപ്പോൾ ഞങ്ങൾ കള്ളം പറയേണ്ട കാര്യം എന്താണ്? സച്ചി കൂട്ടിച്ചേർത്തു, എടാ ഞങ്ങൾ ആരും കള്ളം പറയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യേ, ആ പാർലലേട്ടത്തിയോട് തന്നെ പോയി ചോദിച്ചു നോക്ക്, ഞങ്ങൾ പറയുന്നതാണോ അതോ നിന്റെ ശ്രുതി പറയുന്നതാണോ സത്യമെന്ന്. അന്നേരം നിനക്കെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയും. ഇത് കേട്ടപ്പോൾ ശ്രുതിക്കാകെ ദേഷ്യം വന്നു. ശരി ആയിക്കോട്ടെ, ഞാൻ പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് അങ്ങ് കയറി ചെന്നു. മുറിയിലെത്തിയപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു, എന്താ കാര്യമെന്ന്. നിനക്ക് ആ ആൻ്റണിയെ അറിയാമോ എന്ന് ശ്രുതി ചോദിച്ചപ്പോഴേക്കും ശ്രുതി ആകങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയാതെ അവൾ ഒരു നിമിഷം ആകങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഏത് ആൻ്റണി എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു, രേവതിയുടെ ചിട്ടി കമ്പനിയിലെ ആളാണ് ശരത്ത്. കുറച്ചു കാലം ആ ആൻ്റണിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. നിനക്ക് അയാളെ അറിയാമോ? ശ്രുതി എന്തു മറുപടി പറയാനാണ്? ഉടനെ തന്നെ അവൾ പറഞ്ഞു, അത് പിന്നെ ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന്. ഓ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി വിട്ടില്ല. ശ്രുതി വെറുതെ അനാവശ്യം പറയരുത്. നീ അയാളുടെ കയ്യിൽ നിന്നും പലിശക്ക് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴാണ് ശ്രുതിയുടെ കൺട്രോൾ ശരിക്കും അങ്ങ് പോയത്. ഇങ്ങനൊരു ചോദ്യം അവൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖമൊക്കെ ആകെ വിളറി വെളുത്ത്, പണം പലിശക്ക് വാങ്ങാനോ എന്നൊക്കെ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. ഞാൻ എന്തിനാണ് പലിശക്ക് പണം എടുക്കുന്നത്? നിന്നോട് ആരാ ഇത് പറഞ്ഞത് എന്നൊക്കെ അവളിങ്ങനെ ആകെ ഓരോന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. സച്ചിയാണ് എന്നോട് പറഞ്ഞത് എന്ന് ശ്രുതി പറഞ്ഞു. സച്ചിയോട് രേവതി പറഞ്ഞതാണത്രേ. രേവതിയോ? ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ശരിക്കും അങ്ങ് ബോധ്യമായി. തന്നെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാനും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിക്കുകയാണ് എന്ന കാര്യം. ശ്രുതിയോട് അവൾ ചോദിച്ചു, എന്നിട്ട് അതൊക്കെ നീ വിശ്വസിച്ചോ എന്ന്. ശ്രുതിക്കറിയാലോ ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് എങ്ങനെ ജീവിക്കുന്നത്. മലേഷ്യയിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ എത്ര സന്തോഷമായിട്ടാണ് ഞാൻ കഴിഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ അങ്ങ് ഇരുന്ന് കള്ളക്കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അയ്യോ ശ്രുതി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രുതി അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ശ്രുതി വിട്ടുകൊടുത്തില്ല. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ഇത്രയൊക്കെയല്ലേ സ്നേഹമുള്ളൂ എന്ന് പറയും. രേവതി എന്തെങ്കിലും പറഞ്ഞു കേട്ടപ്പോഴേക്കും എന്നെ ചോദ്യം ചെയ്യാൻ ശ്രുതി വന്നില്ലേ? ഞാൻ ആരോടൊക്കെ പൈസ വാങ്ങിയെന്ന് അറിയണമെങ്കിൽ ഞാൻ കണക്ക് തരാം. ഇന്ന് തന്നെ അതങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞ് അവൾ അങ്ങ് തട്ടിക്കയറി. ഇന്ന് തന്നെ കൊടുക്കാനോ എന്ന് ശ്രുതി അത്ഭുതപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, പിന്നെന്താ ലിസ്റ്റ് ചോദിക്കുന്നത്? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ശ്രമിക്കുന്നത്. സച്ചിയും രേവതിയും കൂടി നമ്മുടെ സന്തോഷമെല്ലാം തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് അവൾ ശ്രുതിയുടെ മനസ്സങ്ങ് മാറ്റിയെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതിയുടെ അടുത്തേക്ക് സച്ചി വന്നു. ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞോ എന്ന് രേവതി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സച്ചി മറുപടി നൽകി. ശ്രുതിയോട് ചോദിച്ചപ്പോൾ അവളുടെ മുഖമൊക്കെ ആകെ വിളറി വെളുത്തു. എന്തൊക്കെയോ അവൾ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സച്ചി പറഞ്ഞു, ഈ പാർലലേട്ടത്തിയുടെ അച്ഛൻ വലിയ കോടീശ്വരൻ, മലേഷ്യയിൽ ബിസിനസ്സാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇത്രയും പണം കടം വാങ്ങിക്കുന്നത്? പലിശക്ക് പണം എടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രേവതി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ് സച്ചിയേട്ടാ, എനിക്കും നല്ല സംശയമുണ്ട്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടു മുതലേ ശ്രുതി ആള് പെരും കള്ളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയോ ഉള്ളിലൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട്. സച്ചി രേവതിയെ സമാധാനിപ്പിച്ചു. സാരമില്ല, അധികം വൈകാതെ തന്നെ നമ്മൾ ആ കള്ളത്തരങ്ങളൊക്കെ അങ്ങ് പൊളിച്ചെടുക്കും. അധിക നാളിങ്ങനെ കള്ളം പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ രേവതി പൂ കൊടുക്കാനും സച്ചി വിശ്വനാഥിനെക്കുറിച്ച് അന്വേഷിക്കാനും അവിടെ നിന്നും പോയി. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചന്ദ്രമതി ആകെ ഭ്രാന്തി പിടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. രേവതിയെ സച്ചിയെയും കണ്ടപ്പോൾ അവൾ അങ്ങ് ചാടിക്കടിച്ചു. ചന്ദ്രേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് രവീന്ദ്രൻ വന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, രവിയേട്ടനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സമയം വരെ ഞാൻ പട്ടിണിയാണ്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും. നീ എന്താ ഇതുവരെയായിട്ടും ഒന്നും ഉണ്ടാക്കി കഴിക്കാത്തത് എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ അവൾ കുറ്റപ്പെടുത്തൽ തുടർന്നു. രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ എന്ന്. കലത്തിനകത്തിരിക്കുന്നത് ഞാൻ പോയി കഴിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വിശന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞ് ബഹളം വെച്ചു. അമ്മക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാമായിരുന്നില്ലേ? ദോശ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കണമല്ലോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ പാർലലേട്ടത്തി ഉണ്ടാക്കി തരട്ടെ എന്ന് സച്ചി കളിയാക്കി. എനിക്ക് അവൾ ഉണ്ടാക്കി തരുന്നു വേണ്ട. എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? അത്രയും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഈ കുറച്ച് ദിവസമായി ഭയങ്കര സ്നേഹം കാണിച്ച ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനൊരു മനോഭാവം കാണിക്കുന്നത് എല്ലാവരെയും ശരിക്കും അങ്ങ് അത്ഭുതപ്പെടുത്തി. സച്ചി രേവതിയോട് പറഞ്ഞു, സാരമില്ല, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന്.
വിശ്വനാഥിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ കാര്യം സച്ചി പറഞ്ഞു. ആ വിശ്വനാഥിന് പണം കൊടുത്ത് ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൊക്കെ അത് കാണുമല്ലോ എന്ന് രേവതി ചോദിച്ചപ്പോൾ ശ്രുതി ആകെ പേടിച്ചു. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അവളും അപ്പോഴാണ് ഓർക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ പിന്നെ പോലീസിൽ പരാതി നൽകാം. അയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്നും സച്ചി പറഞ്ഞു. പിന്നീട് മുറിയിലേക്ക് എത്തിയപ്പോൾ ശ്രുതി പറഞ്ഞു, അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, നമുക്ക് സമാധാനമാവുമെന്നൊക്കെ. പൈസ കിട്ടിയാൽ അത് അച്ഛന് തിരികെ കൊടുക്കണമെന്ന് സച്ചി പറഞ്ഞ കാര്യം ശ്രുതി ഓർമ്മിപ്പിച്ചു. ആ 30 ലക്ഷം രൂപ കൊടുത്താൽ പറ്റുന്ന കാര്യമാണോ എന്ന് ശ്രുതി തിരിച്ചു ചോദിക്കാണ്. ഇപ്പോൾ അവരെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട, നമുക്ക് തന്നെ അത് അന്വേഷിക്കാം. ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയാൻ അവള്. അത് ആൻ്റണി ആയിരുന്നു. ആൻ്റണിക്ക് കൊട്ടേഷൻ കൊടുത്താൽ മതിയല്ലോ എന്ന് അവൾ ചോദിച്ചു. പിന്നീട് അവൾ മീരയെ കാണാൻ വേണ്ടിയിട്ട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. വിശ്വനാഥനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ അയാളെ കണ്ടെത്താൻ കഴിയില്ല. ആൻ്റണിയെ പോയി കണ്ട് കൊട്ടേഷൻ കൊടുത്താലോ എന്ന് മീരയോട് ചോദിച്ചപ്പോൾ അവൾക്കും സമ്മതം. അങ്ങനെ ആൻ്റണിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. വലിയൊരു പണി തന്നെ അവർക്ക്, നല്ലൊരു മുട്ടൻ പണി തന്നെ അവർക്ക് വരുന്നുണ്ട്. ശ്രുതിയും മീരയും കൂടി ആൻ്റണിയെ കണ്ട് കൊട്ടേഷൻ ഉറപ്പിച്ചതോടുകൂടി കാര്യങ്ങളൊക്കെ കൂടുതൽ പുകയാൻ തുടങ്ങി. വിശ്വനാഥിനെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടുപോയി സത്യങ്ങളൊക്കെ പുറത്തു വരാതെ നോക്കുക എന്നതായിരുന്നു ശ്രുതിയുടെ പ്ലാന്. എന്നാൽ സച്ചിയും രേവതിയും വിചാരിച്ചതിലും വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നു. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച സച്ചിക്ക് വിശ്വനാഥൻ പണം വാങ്ങുന്നതും അതിനുശേഷം ഒരു കറുത്ത കാറിൽ കയറി പോകുന്നതും വ്യക്തമായി കാണാൻ സാധിച്ചു. ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് ശ്രുതിയുടെ പഴയൊരു സുഹൃത്തിലേക്കായിരുന്നു. ഇതിനിടയിൽ ആൻ്റണി കൊടുത്ത കൊട്ടേഷൻ ടീം വിശ്വനാഥനെ വളഞ്ഞുവെങ്കിലും സച്ചി നേരത്തെ തന്നെ പോലീസിനെ വിവരമറിയിച്ചതിനാൽ ആ നീക്കം പാളിപ്പോയി. വിശ്വനാഥൻ പോലീസിന്റെ പിടിയിലായ വിവരമറിഞ്ഞതോടുകൂടി തന്നെ ശ്രുതിയുടെ നെഞ്ചരിപ്പ് കൂടി. അവൾ നേരെ മുറിയിൽ കയറി വാതിലടച്ച് മീരയെ വിളിച്ച് അലറി. എല്ലാം തീർന്നു മീരേ. വിശ്വനാഥൻ പിടിക്കപ്പെട്ടു. അവൻ വാ തുറന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും മാത്രമല്ല നേരെ ജയിലിലേക്കായിരിക്കും പോകുന്നത്. അതേസമയം താഴെ ഹാളിൽ വലിയൊരു ബഹളം നടക്കുന്നുണ്ടായിരുന്നു. സച്ചിയും രേവതിയും വിശ്വനാഥനെ പോലീസുകാരുടെ സഹായത്തോടു കൂടെ വീട്ടിലേക്ക് എത്തിച്ചു. ചന്ദ്രമതിയും രവീന്ദ്രനും ശ്രുതിയും ഒക്കെ സ്തംഭിച്ച് നിന്നുപോയി. വിശ്വനാഥൻ വിറച്ചുകൊണ്ട് ശ്രുതിയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, എല്ലാം ഇവൾ കാരണമാണ് സാറേ. മലേഷ്യയിലെ ബിസിനസ്സൊക്കെ വെറും തട്ടിപ്പാണ്. ഇവൾ പലിശയ്ക്ക് പണം എടുത്ത് അത് തീർക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാട്ടിക്കൂട്ടിയതാണെന്നൊക്കെ പറയും. ശ്രുതിക്ക് ശരിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3 കോടി രൂപയുടെ ആ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി 30 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചതല്ലേ. അവൻ ശ്രുതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കൊടുത്തിന് അവളുടെ മുഖത്തങ്ങ് ആഞ്ഞടിച്ചു. നീ ഇത്രയും വലിയൊരു ചതിയച്ചിയായിരുന്നോ? പണത്തിന് വേണ്ടി നീ ഞങ്ങളെല്ലാവരും വഞ്ചിച്ചല്ലേ? ശ്രുതി ആകെ തകർന്നു പോയി. ചന്ദ്രമതി തൻ്റെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞതോടുകൂടി തന്നെ അവളെ വീണ്ടും വീട്ടിൽ നിന്നും പുറത്താക്കാൻ തന്നെ രവീന്ദ്രൻ ഉത്തരവിട്ടു. ഇത്രയും നാളും കള്ളച്ചിരിയോടുകൂടെ എല്ലാവരെയും പറ്റിച്ചു നടന്ന ശ്രുതി ഒടുവിൽ ആരുമില്ലാത്തവളായി പടിയിറങ്ങി. രേവതിയും സച്ചിയും തങ്ങളുടെ സത്യസന്ധത കൊണ്ട് വീണ്ടും ആ കുടുംബത്തിൻ്റെ കാവലാളുകളായി മാറി. വരും ദിവസങ്ങളിൽ ഇനി ശ്രുതിയുടെ പ്രതികാരത്തിന് പുതിയ മുഖങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡും ഡെയിലി എപ്പിസോഡൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.